മലപ്പുറം ഓടക്കയത്ത് കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി. 21 മണിക്കൂറിലാണ് ആനയെ കരയ്ക്കെത്തിച്ചത്. കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ആനയ്ക്ക് വഴിയൊരുക്കിയത്. ഷംസീറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷംസീറ, മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യമായിരുന്നു. ഇപ്പോൾ ആനയെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണോ? അനീഷ, 21 മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആനയെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്. ഒരു ഘട്ടത്തിൽ ആന അവശനായി കിണറ്റിൽ തന്നെ കുടുങ്ങിക്കിടക്കുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നിടത്തുനിന്നാണ് പൂർവാധികം ശക്തിയോടുകൂടി ആ കാട്ടുകൊമ്പൻ കിണറിന് പുറത്തേക്ക് ഈ JCB കൊണ്ടൊഴുക്കിയ വഴിയിലൂടെ കിണറിന് പുറത്തേക്ക് എത്തുകയും ആന സ്വമേധയാ തന്നെ വനമേഖലയിലേക്ക് നടന്നു നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചകൾ അത് ഏറ്റവും പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന കാഴ്ചയായിരുന്നു. അത് തന്നെ 21 മണിക്കൂറിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മലപ്പുറം ഊർങ്ങാട്ടിരി അക്രമാക്കൽ സണ്ണിയുടെ പുരയിടത്തിലെ കിണറ്റിൽ ഈ കാട്ടുകൊമ്പൻ വീഴുന്നത്. ശേഷം ഇന്ന് രാവിലെ വലിയ പ്രതിഷേധം ആ മേഖലയിൽ ആകെ ഉണ്ടായിരുന്നു. നിരന്തരം കാട്ടാന ശല്യമുള്ള മേഖലയാണ് ഇതൊന്നും. ഈ കാട്ടാന ശല്യത്തിനും വിഹാരത്തിനും ശാശ്വതമായ പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ വനത്തിലേക്ക് തുറന്നുവിടാൻ പറ്റില്ല എന്ന് നാട്ടുകാർ നിലപാടെടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ശേഷം 5 ദിവസങ്ങൾക്കൊടുവിലാണ് ഇന്ന് വൈകിട്ട് ഈ കിണർ പൊളിച്ചുകൊണ്ട് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഈ കിണർ പൊളിക്കുന്നതിന് ഉൾപ്പെടെ നഷ്ടപരിഹാരം ഈ കിണർ ഉടമയ്ക്ക് നൽകാം, 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന് പിന്നാലെയും ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പിന് പിന്നാലെയുമാണ് നാട്ടുകാർ വഴങ്ങുന്നത്. ശേഷം ആനയെ രക്ഷിക്കാനുള്ള മണിക്കൂറുകൾ നീണ്ട ദൗത്യം അതിനിടയിൽ പലപ്പോഴും ആന പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ആന അവശനായി കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഈ JCB കൊണ്ടൊരുക്കിയ വഴിയിലൂടെ ആന പുറത്തേക്ക് നടന്ന് വരികയായിരുന്നു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ആന ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും ഈ മണ്ണിൽ ചവിട്ടി പിൻകാൽ മണ്ണിൽ അമർന്നുകൊണ്ട് കിണറ്റിലേക്ക് തന്നെ അമർന്നു പോകുന്ന കാഴ്ചകൾ കൂടി കണ്ടു. അതിനിടയിൽ അടുത്തുള്ള കമുകുകളൊക്കെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി കിണറ്റിലേക്ക് ഇട്ടുകൊടുക്കുക കൂടി ചെയ്തിരുന്നു. ഇതിന്റെ ബലത്തിലും ഉറപ്പിലും കൂടിയാണ് ആനയ്ക്ക് കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതും. ഈ ചെറിയ വഴിയിലൂടെയാണെങ്കിലും പുറത്തേക്ക് മെല്ലെ നടന്ന് മുകളിലേക്ക് കയറാനും സാധിച്ചത്. ഏതായാലും വലിയ പരിശ്രമത്തിനൊടുവിൽ ആ കാട്ടുകൊമ്പൻ വനത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി പ്രദേശവാസികളുടെ ആശങ്ക വീണ്ടും വരുമോ എന്നുള്ള ആശങ്ക. ഈ കാട്ടുകൊമ്പൻ മാത്രമല്ല, വേറെയും കാട്ടാന കൂട്ടങ്ങൾ ഈ പ്രദേശത്ത് നിത്യമായി വിഹരിക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. വീണ്ടും കാട്ടാന ശല്യം ഉണ്ടാകുമോ എന്ന ഭീതി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതിന് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന ഉറപ്പ് വനം വകുപ്പ് നൽകുന്നുണ്ട്. അപ്പം തന്നെ അവിടെ വാച്ചർമാരെ സ്ഥാപിക്കാം, കുങ്കിയാനകളെ നിർത്താം എന്നുള്ള ഉറപ്പിന്റെയൊക്കെ പുറത്താണ് നാട്ടുകാരും ഒരു ഘട്ടത്തിൽ വഴങ്ങിയത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ പറഞ്ഞിരുന്നത് ഈ ആനയെ പുറത്തെത്തിച്ചാൽ തന്നെ മറ്റൊരു വനത്തിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. ഇതിന് മയക്കുവടി വെച്ച് മറ്റൊരു വനത്തിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഉറച്ച നിലപാടിലായിരുന്നു നാട്ടുകാർ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത് രക്ഷാദൗത്യം ഈ തരത്തിൽ വൈകുന്ന നില കൂടി ഉണ്ടായതിനു ശേഷം അവിടെ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനുമൊക്കെ ഈ രക്ഷാദൗത്യം കൂടുതൽ എളുപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. ഇതിന്റെ സാങ്കേതിക വശം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ആന 21 മണിക്കൂർ ജീവനം കൊണ്ട് ആ കിണറ്റിൽ അതിജീവിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഒട്ടും ക്ഷീണിക്കാതെ മനസാന്നിധ്യം കൈവിടാതെ ആന തുടർന്നു എന്നുള്ളതും നമ്മൾ കാരണം വലിയ ശരീരമുള്ള ജീവിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു അനങ്ങാൻ കഴിയാത്തൊരു കിണറിനകത്ത് 25 അടി താഴ്ചയിൽ ആന കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച. ഏത് ജീവിയാണെങ്കിലും അതിൻ്റെതായ പ്രയാസവും ബുദ്ധിമുട്ടും അരക്ഷിതാവസ്ഥയും ഒക്കെയുള്ള ആ കിണറ്റിനകത്ത് ആന കുടുങ്ങിക്കിടക്കുന്നു. മണിക്കൂറുകളോളം ശേഷം വഴിയൊരുക്കിയെങ്കിലും ആനയ്ക്ക് കയറി വരാൻ കഴിയാത്ത നിലയുണ്ടാകുന്നു. ഒടുവിൽ ഒരു ഘട്ടത്തിൽ ആന പതുങ്ങിക്കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു. വീണ്ടും ഈ തുമ്പിക്കൈ കൊണ്ട് ഈ JCBയുടെ തുമ്പിക്കൈ ആനയ്ക്ക് വെച്ചുകൊടുക്കുന്നു. അതിൽ തുമ്പിക്കൈ വെച്ചുകൊണ്ട് ആന
മെല്ലെ മെല്ലെ കയറി വരാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുന്ന കാഴ്ചകൾ ഇടയ്ക്കിടെ നമ്മൾ കാണുകയായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഈ JCB കൊണ്ടൊരുക്കിയ വഴിയിൽ, അത് ചെങ്കുത്തായ മണ്ണിലൂടെയാണെങ്കിലും ആനയ്ക്ക് മെല്ലെ 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 കയറി വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 21 മണിക്കൂറിന് ശേഷവും ആന എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി കയറി വന്ന കാഴ്ചകൾ കൂടി അത് നമ്മൾ കാണുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഉൾവനത്തിലേക്ക് ആന പോയിട്ടുണ്ട്. അത് ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ്. അനീഷ. ശരി, ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.